വിശ്വാസികളെ, എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി കേൾക്കുക. വലിയ വലിയ കാര്യങ്ങൾ ശരീഅത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം പണ്ഡിതന്മാർ യൂട്യൂബിൽ ഉണ്ട്. അതിനെല്ലാം അപ്പുറത്ത് തിരിച്ചറിയാത്ത ചില വിഷയങ്ങളെ പറയാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. എൻ്റെ യാത്രയിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. കേവലം ശരീഅത്തിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ആളുകൾക്ക് അത് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതാണ് ഇന്ന് പല തർക്കങ്ങൾക്കും പരിഹാസങ്ങൾക്കുമൊക്കെ കാരണമാകുന്നത്. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ കണ്ടിട്ടില്ല, കേട്ടറിവുകളേ ഉള്ളൂ. അതിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള സമയം പോലും ആർക്കുമില്ല. എല്ലാവർക്കും ജീവിതത്തിൻ്റെ ഭാരം ചുമലിലേറ്റി നടക്കുമ്പോൾ ബാങ്ക് കൊടുക്കുമ്പോൾ ഒന്ന് നിസ്കരിക്കുക, റമദാൻ മാസം വരുമ്പോൾ ഒന്ന് നോമ്പ് പിടിക്കുക, ഏതെങ്കിലും ഒരു നിസ്കാരം നടത്തുക, ബാക്കിയുള്ളതൊക്കെ കളയാകുക, ചിലതൊക്കെ വിട്ടുപോവുക. അങ്ങനെയൊക്കെയാണ് പലരുടെയും ഒരു ദൈവികമായ ബന്ധം ഉള്ളത്. വളരെ കൃത്യമായി നിസ്കരിക്കുന്ന ആളുകളെ പരിശോധന നടത്തിയാൽ വളരെ ചുരുങ്ങിയ ആളുകളെ ഉണ്ടാവുകയുള്ളൂ. ഒരുപക്ഷെ മതപരമായി പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ മതാധ്യക്ഷന്മാർ, അല്ലെങ്കിൽ പള്ളിയിലെ ഇമാമുകൾ, മുക്രി, ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിയിലേക്ക് എത്തപ്പെടുന്ന 50 വയസ്സ് അല്ലെങ്കിൽ 40 വയസ്സ് കഴിഞ്ഞ ആളുകൾ, പിന്നെ വളരെ ചെറുപ്പമുള്ള, അത്യാവശ്യം സൂക്ഷിച്ച് അതൊക്കെ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ചാളുകൾ, ബാക്കിയുള്ളവരൊക്കെ അതിനെ ഒരു നേരം പോക്ക് പോലെ എടുത്തിട്ടുള്ളൂ എന്നുള്ളത് പല പള്ളികളിലും കയറി ഇറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പറയാൻ കാരണം, നമ്മളിൽ നിന്നിപ്പോൾ ഒരു റമദാൻ കഴിഞ്ഞു പോയി. ഈ ഓരോ റമദാനിലും പള്ളിയിൽ വളരെയധികം തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ പള്ളി വീണ്ടും ശൂന്യമായി. ഏതെങ്കിലും സമയത്ത് ആളുകൾ ഉണ്ടാകുന്നു എന്നല്ലാതെ ആരെയും അങ്ങനെ അധികം കാണാനില്ല. പിന്നെ തിരക്കുള്ളതൊരു വെള്ളിയാഴ്ച മാത്രമാണ്. എല്ലാവർക്കും അവരവരുടെ ജീവിതത്തിൻ്റെ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒക്കെയാണ് ഈ ഇബാദത്ത് നിർവഹിക്കപ്പെടുന്നത്. അതെല്ലാം അതിൻ്റെ വഴിക്ക് പോട്ടെ. അതിലൊന്നും ഇടപെടാനോ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനോ ഒന്നുമല്ല ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. എനിക്ക് പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം എൻ്റെ അനുഭവങ്ങളാണ്. ഞാൻ വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. അതിൽ ഒരു കഥയും വളരെ ഭംഗിയായി വിശദീകരിച്ചിട്ടുമില്ല. എൻ്റെ എല്ലാ വീഡിയോസും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും അധികം പറഞ്ഞിരിക്കുന്നത്, ഏതൊരു കാര്യത്തെയും അറിഞ്ഞിട്ട് പറയുകയല്ലാതെ കേട്ടിട്ട് പറയരുത്. കേൾക്കുന്ന കാര്യത്തെ അറിയാൻ ശ്രമിക്കുക. ഖുർആൻ പറയുന്നത്, സ്വന്തം കണ്ണുകൊണ്ടൊരു തെറ്റ് കണ്ടാൽ പോലും 4 സാക്ഷികളില്ലാതെ കുറ്റം ആരോപിക്കരുത്. അങ്ങനെ പറയുന്നവനെ ചാട്ടവാറിനടിക്കണമെന്നാണ്. എന്തുകൊണ്ടാണ് അതങ്ങനെ പറയാൻ കാരണം? ആർക്കും കള്ളപ്രചരണങ്ങൾ നടത്താൻ കഴിയും. അതുകൊണ്ട് അതിനൊരു സാക്ഷി ഉണ്ടാകണം. അപ്പോൾ ഞാൻ പറയുന്ന വിഷയത്തിന് ഒരു സാക്ഷിയല്ല, ഒരുപാട് സാക്ഷികളുണ്ട്. CM വലിയുള്ളാഹി അവர்களுടെ സിയാറത്ത് കേന്ദ്രങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ, അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന ദർഗയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ധാരാളം ആളുകളെ കാണാൻ കഴിയും. നിങ്ങൾ അവിടെ ഒന്നും പോകാതെ ഏതെങ്കിലും വീഡിയോയിലൂടെ അവിടെ നടക്കുന്ന പരിപാടികൾ കണ്ടുകൊണ്ട് നിങ്ങൾ പഠിച്ച അറിവ് വെച്ചുകൊണ്ട് അതിനെ നിരീക്ഷിച്ച്
അതിൻ്റെ മുകളിൽ ഒരുപാട് കുറ്റം ചാർത്താൻ നിങ്ങൾക്ക് കഴിയും. മറിച്ച് നിങ്ങൾ അവിടെ ചെന്നിട്ട് അവിടെ വരുന്ന ആളുകളോട് ചോദിക്കുക, നിങ്ങളിവിടെ വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? നിങ്ങൾക്ക് എന്ത് സുഖമാണ് ലഭിക്കുന്നത്? നിങ്ങൾ ആ കണ്ടവരാണോ? കണ്ടിട്ട് നിങ്ങൾക്കുണ്ടായ അനുഭവം, അങ്ങനെ ഓരോരുത്തരോടും ചോദിക്കുക. അപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാരല്ലല്ലോ, പതിനായിരക്കണക്കിന് ആളുകൾ ദിനം പ്രതി വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് മടവൂർ. അങ്ങനെ ഒരുപാട് ദർഗകളുണ്ട് ഇന്ത്യ ഒട്ടാകെ. എല്ലായിടത്തും ഇതേപോലെ ആളുകൾ വരികയും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അജ്മീർ, നാഗൂർ, ഏർവാടി, മുത്തുപ്പേട്ട, ഉള്ളാൾ, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇവിടെ എല്ലാം മറപ്പെട്ട് കിടക്കുന്ന വ്യക്തികളുടെ ജീവിത ചരിത്രം എടുത്തൊന്ന് പരിശോധിക്കണം. അതാണ് ചെയ്യേണ്ടത്. പക്ഷേ നിങ്ങളാരും അവരുടെ ജീവിത ചരിത്രമല്ല പരിശോധിക്കുന്നത്, മറിച്ച് അവിടെ നടക്കുന്ന അനാചാരങ്ങളെക്കുറിച്ച് പറയാനാണ് നിങ്ങൾ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. അതിപ്പോഴത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ തന്ത്രങ്ങൾ പോലെയാണ്. എല്ലാ പാർട്ടിക്കാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിക്കൊണ്ട് ഭരണത്തിൽ വരാൻ ശ്രമിക്കുന്നത് പോലെ സുന്നി മുജാഹിദിനെയും മുജാഹിദ് സുന്നിയെയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പഴിചാരിക്കൊണ്ട് ഒരു പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കാനായിട്ടുള്ള ശ്രമമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറിച്ച് ദൈവഭയം എന്ന് പറയുന്ന ഒന്ന് ഇല്ല. സത്യത്തിൽ ദൈവഭയം എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ ബാപ്പയെ ഇഷ്ടമാണ്, ബാപ്പയെ സ്നേഹമാണ്, വാപ്പ വളരെ ഫ്രണ്ട്ലിയാണ്, എങ്കിലും നമുക്കൊരു റെസ്പെക്റ്റ് ഉണ്ടാവും. നമ്മുടെ പിതാവാണെന്നുള്ള റെസ്പെക്റ്റ് അത് തന്നെ മാതാവിനോടുണ്ടാവും. അപ്പോൾ അവരോടുള്ള റെസ്പെക്റ്റ് തന്നെ ഒരു ഭയമാണ്. അതുകൊണ്ട് നമുക്ക് പുറത്തു പോയി ഒരു തെറ്റ് ചെയ്യാനായിട്ടൊരു ഭയം ഉണ്ടാവും. എന്താണ്? അവരറിയുമോ എന്നുള്ള പേടി. അപ്പോൾ ഇത് തന്നെയാണ് നേരെ മറിച്ചും ചിന്തിക്കേണ്ടത്. ദൈവം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു, നമ്മൾ ദൈവത്തെ കാണുന്നില്ല. അപ്പോൾ ചോദിക്കും, ദൈവമുണ്ടോ? അതുതന്നെയാണ് പലരുടെയും വിഷയങ്ങൾ. നിരീശ്വരവാദിയുടെയും അതുപോലെയുള്ള പല തരത്തിലുള്ള ആളുകളുണ്ട്. ഇസ്ലാമിൻ്റെ പേരും ഇട്ടുകൊണ്ട് തന്നെ ഇസ്ലാമിൽ നിന്നുകൊണ്ട് ഇതിനെ എതിർക്കുന്ന, അല്ലെങ്കിൽ ഇതെല്ലാം കാപട്യമാണെന്ന് പറയുന്ന ചില ആളുകളെയൊക്കെ നമുക്ക് യൂട്യൂബിൽ കാണാൻ കഴിയും. ഈ അടുത്ത് സഫാരി ചാനലിൻ്റെ അദ്ദേഹം ദൈവത്തിൻ്റെ വിഷയങ്ങളെക്കുറിച്ച് പറയുന്നത് യൂട്യൂബിൽ കണ്ടിരുന്നു. അദ്ദേഹം ഒരു നേരം പോക്ക് പോലെ അത് പറഞ്ഞു. അദ്ദേഹം ഒരു ഭൗതികമായ രീതിയിലാണ് ആ വിഷയത്തെ പറഞ്ഞിരിക്കുന്നത്. കാരണം മനുഷ്യൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ സുഖസൗകര്യങ്ങളെക്കുറിച്ച് മാത്രം ഉൾപ്പെടുത്തിയാണ് അദ്ദേഹം സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവിടെ ദൈവത്തിന് എന്ത് പ്രസക്തിയാണുള്ളതെന്ന്. അപ്പം മുന്നോട്ടുള്ള ജീവിത മാർഗങ്ങളും മുന്നോട്ടുള്ള പുരോഗമനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പുള്ളി ചിന്തിക്കുന്നത്. ആത്മീയപരമായ വിഷയമല്ല. ആത്മീയ വിഷയം സംസാരിക്കുമ്പോഴാണ് ദൈവം ഉണ്ടാകുന്നത്. പുള്ളി ആത്മീയമായ കാര്യമല്ല പറഞ്ഞത്, പുള്ളി ഭൗതികമായ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഭൗതികമായ കാര്യത്തിൽ അദ്ദേഹം ദൈവത്തിനെന്ത് പ്രസക്തിയാണുള്ളത്? ദൈവം എല്ലാവർക്കും ഒരു കുടുക്ക് വരുമ്പോൾ പഴിചാരാനുള്ള ഒരു ഉപകരണം മാത്രമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ തലമുറകളെ നമുക്ക് അന്വേഷിച്ച് പോകേണ്ടി വരുമെന്ന്. ഞാൻ ചോദിക്കുകയാണ്, ദൈവമുണ്ടോ ഇല്ലേ? ഇപ്പം നമുക്ക് പറയാം, മാവുണ്ട്, മാങ്ങയുമുണ്ട്. മാവിലാണ് മാങ്ങ ഉണ്ടാകുന്നത്, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ മാവ് ഉണ്ടാകണമെങ്കിൽ ഒരു മാങ്ങണ്ടി ആവശ്യമാണ്. മാങ്ങണ്ടി ഉണ്ടാകണമെങ്കിൽ ഒരു മാവും ആവശ്യമാണ്. ഇതിലാദ്യം ഏതാണ് ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? ഒരുപക്ഷെ ഇതൊക്കെ നിങ്ങൾ കേട്ടതായിരിക്കാം. എന്നതുപോലെ ഒന്നിൽ ഒന്നുണ്ട്. ഇപ്പം മണ്ണെടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനെ മണ്ണെന്ന് പറയും. പക്ഷെ അതിൽ ഇരുമ്പിൻ്റെ അംശങ്ങളുമുണ്ട്. എങ്കിൽ ഇരുമ്പിൻ്റെ അംശം നമ്മൾ കാണാറില്ല. അതൊരു മാഗ്നറ്റ് കൊണ്ടുപോയി വെച്ചാലാണ് ആ മണ്ണിൽ നിന്ന് ഇരുമ്പ് തരികൾ കിട്ടുകയുള്ളൂ.
വെള്ളത്തിൻ്റെ അകത്ത് വൈദ്യുതിയുണ്ട്, സൂര്യപ്രകാശത്തിൽ വൈദ്യുതിയുണ്ട്. അങ്ങനെ ഓരോന്നിലും ഓരോന്നും മറഞ്ഞിരിപ്പുണ്ട്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ വൈറ്റമിൻസ് അത് നമുക്ക് കാണാൻ പറ്റില്ല, അത് മറഞ്ഞിരിക്കുകയാണ്. അപ്പം മറഞ്ഞിരിക്കുന്ന ചില സത്യങ്ങളുണ്ട്, അത് കാണാൻ പാടാണ്, അത് പ്രാവർത്തികമാവുകയാണ്. ഇപ്പോൾ കറണ്ടിനെ നമുക്ക് കാണാൻ പറ്റില്ല, അത് പ്രവർത്തിക്കുന്നത് കാണാം. എന്നതുപോലെ നമ്മൾ ചലിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരം കൊണ്ട് മാത്രമല്ല, നമുക്ക് ചലനമുണ്ടായതിനു ശേഷമാണ് ആഹാരം കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് ചലിക്കാൻ കഴിയുന്നത് നമുക്ക് ശ്വാസം വലിക്കാൻ പറ്റുന്നത് കൊണ്ടാണ്. അപ്പോൾ ആ ശ്വാസത്തിൻ്റെ പ്രക്രിയ, ഇപ്പോൾ നമ്മളൊരു സാധനം ഉണ്ടാക്കുമ്പോൾ ഇന്നതാണ് ഉണ്ടാക്കാൻ പോണതെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മളുണ്ടായത് എങ്ങനെയാണെന്ന് അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പറയും അത് ഒരാണും പെണ്ണും തമ്മിൽ വിവാഹം കഴിച്ചുകൊണ്ട് അവർ തമ്മിൽ ഇണചേർന്നപ്പോൾ ഉണ്ടായതാണ് ഞാൻ എന്നൊക്കെ പറയാം. എങ്കിൽ അവരോട് തന്നെ ചോദിക്കുക, ഞാനുണ്ടാകുമ്പോൾ നിങ്ങൾ പറഞ്ഞിരുന്നോ നമുക്കൊരു ആൺകുട്ടിയാണ്, അവനിക്ക് ഇന്ന പേരിടണം എന്ന് പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുക. അവർക്ക് പോലും അറിയില്ല. പ്രസവിച്ച് കയ്യിൽ കിട്ടുമ്പോഴാണ് എനിക്കൊരു ആൺകുട്ടിയാണ് അല്ലെങ്കിൽ പെൺകുട്ടിയാണെന്ന് അവരറിയുന്നത്. പല പ്രൊഡക്റ്റുകളും നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാം ഇന്നതാണ് ഉണ്ടാക്കാൻ പോണതെന്ന്. പക്ഷേ ഒരു ആണും പെണ്ണും തമ്മിൽ ഇണചേർന്നുകൊണ്ട് അതിൽ നിന്ന് ഒരു സന്താനത്തെ പുറത്തു കൊണ്ടുവരുമ്പോൾ അത് വൈകല്യമുള്ളവനാണോ, ആരോഗ്യവാനാണോ, വെളുത്തവനാണോ, കറുത്തവനാണോ, ആണാണോ പെണ്ണാണോ എന്നൊക്കെ അറിയാൻ കഴിയുന്നത് അപ്പോഴാണ്. അപ്പം അതിനു മുമ്പ് നമുക്കറിയാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന ഒരു തുള്ളി ബീജത്തിൽ നിന്നും ഇത് ആണായിരിക്കണം ഇത് പെണ്ണായിരിക്കണം എന്ന് തീരുമാനമെടുത്തത് ആരാണ്? അതിനെ വൈകല്യങ്ങളില്ലാതെ പുറത്തു കൊണ്ടുവരാൻ സഹായിച്ചത് ആരാണ്? അതിലേക്ക് ജീവൻ നൽകിയതാരാണ്? അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്ന് ചിന്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, എൻ്റെ ഈ ചാനലിൻ്റെ ഉദ്ദേശം തന്നെ എല്ലാ മതവിഭാഗങ്ങൾക്കും ഉള്ളിൽ ചില പുഴുക്കുത്തുകളുണ്ട്, മനഃപൂർവ്വം പ്രശ്നങ്ങളുണ്ടാക്കാൻ നടക്കുന്ന ആളുകളുണ്ട്. അവരെ ഞാൻ വിടുകയാണ്, കാരണം അവരൊരു കാലത്തും നന്നാവില്ല. പക്ഷെ ഇത്തരക്കാരെ കൊണ്ട് നല്ല രീതിയിൽ അറിവിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർ, അതായത് മതപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും പഠിക്കാതെ തന്നെ കേവലം കേട്ടറിവും കണ്ടറിവും ഒക്കെ ഉള്ള ആൾക്കാർ, കണ്ടറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ കാണുന്ന കാര്യങ്ങൾ, ഞാൻ പറയുന്നത് അനുഭവിച്ചറിയുന്ന കാര്യങ്ങളാണ്. ഒരാൾക്കൊരു അനുഭവം ഉണ്ടാകുന്നു, ആ അനുഭവമാണ് അയാൾക്ക് വിലപ്പെട്ടത്. ഇപ്പം നമ്മൾ യൂട്യൂബ് തുറക്കുമ്പോൾ പല ചാനലിലും പലതരം വിഷയങ്ങൾ കാണാം. അതിൽ പ്രേതങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരാൾ പ്രേതത്തെ കണ്ടു, അപ്പോൾ അയാൾ അനുഭവിച്ചതാണ് അയാൾ പറയുന്നത്. പക്ഷേ നമ്മളാരും കണ്ടിട്ടില്ല. പക്ഷെ അയാൾ പറയുന്നു ഞാൻ കണ്ടുവെന്ന്. നമ്മൾ കാണാത്തത് കൊണ്ടിട്ട് അയാളെ നമുക്ക് വേണമെങ്കിൽ അവനിക്ക് ഭ്രാന്താണെന്ന് പറയാം. പക്ഷെ അയാൾ അനുഭവിച്ചതായിരിക്കാം. എന്ന് വെച്ചിട്ട് അതുണ്ടോ ഇല്ലേ എന്നുള്ളത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. എങ്കിൽ ചില ആളുകൾ അങ്ങനെ ഉണ്ട്, പുനർജന്മങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുനർജനിച്ച കഥകളും ഒക്കെ വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എല്ലാം ഇങ്ങനെ വീഡിയോയിലൂടെ കണ്ടിട്ട് ഇതൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഇതെല്ലാം തട്ടിക്കൂട്ടലുകളാണ് എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ നമ്മുടേതായ രീതിയിൽ നമുക്കൊരനുഭവം വന്നെങ്കിൽ മാത്രമേ നമുക്കത് ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ. പക്ഷെ അത്തരം അനുഭവങ്ങൾ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ആ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കണം, എങ്കിലാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ഒരു പുസ്തകത്തിലൂടെ വായിച്ചതോ അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെട്ട ഏതെങ്കിലും ഒരു അവിശ്വാസി
അയാൾ പറയുന്ന വാക്കുകൾ കേട്ടിട്ടോ വിലയിരുത്താനുള്ളതല്ല ഇത്തരം വിഷയങ്ങൾ. അതുകൊണ്ട് അത്തരം ശരിയായ ഒരു വിശ്വാസത്തിൻ്റെ വഴിയിലൂടെ ജീവിച്ച് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ആ വഴിയിൽ നല്ലൊരു അന്വേഷണം നടത്തണം. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഒരു തുണിയെക്കുറിച്ച് പോലും അറിയാതെ, ഇപ്പോൾ നമ്മളൊരു ടെക്സ്റ്റൈൽസിൽ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പെൺകുട്ടികൾ സ്റ്റാഫായിട്ട് നിൽക്കുന്ന കാണാം. അവർ സാരിയൊക്കെ എടുത്ത് നമ്മുടെ മുമ്പിലേക്ക് ഇടും. നമ്മൾ ചോദിക്കും ഇത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ അവർ കൊള്ളില്ല എന്ന് പറയുമോ? പക്ഷെ ആ തുണിയിലെ മെറ്റീരിയൽ പ്രദേശത്തിലൊരു പേര് അതിനുണ്ടാവും. കോട്ടൺ, ഷിഫോൺ, പോളിസ്റ്റർ, അങ്ങനെ പല പേരുകളിലായിട്ട് മെറ്റീരിയൽ പറയും. ഇത് പോളിസ്റ്ററാണ്, ഇത് കോട്ടൺ ആണെന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ പ്യുവർ കോട്ടൺ ആണോ? അത് പറയും പ്യുവർ കോട്ടൺ ആണെന്ന് പറയും. ഇതിൻ്റെ കളർ പോകുമോ? കളർ പോകില്ല. പക്ഷെ അവർക്കത് പറയാനേ പറ്റുള്ളൂ. പക്ഷെ വാങ്ങിക്കൊണ്ടൊന്ന് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കളറ് പോയാൽ ആ പെണ്ണ് പറഞ്ഞത്, ആ പെണ്ണിൻ്റെ അടുത്ത് വന്നിട്ട് നീയല്ലേ പറഞ്ഞത് ഇതിൻ്റെ കളർ പോകില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവളെ പഠിപ്പിച്ചതേ അവൾക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പഠിപ്പിച്ചതാണ് പറഞ്ഞത്. അല്ലാണ്ട് ആ തുണി കഴുകി നോക്കിയിട്ട് അതിൻ്റെ കളറ് പോകുമെന്ന് പരിശോധന നടത്തിയിട്ടല്ല ആ പെണ്ണ് നമ്മളോടത് പറയുന്നത്. അത് അവളുടെ ജോലിയുടെ ഭാഗമാണ്, അതവൾ പറയണം. എന്നതുപോലെ ഈ പഠിച്ച് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. എന്നാൽ മറിച്ച് അനുഭവിച്ചറിയുമ്പോഴാണ് അത് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നീട് നമുക്ക് ഈ അനുഭവിച്ചറിഞ്ഞവൻ, ഈ തുണി കൊണ്ടുപോയിട്ട് കഴുകി കളർ പോയവനിക്ക് പിന്നീട് ആ മെറ്റീരിയൽ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഇത് കളർ പോണതാണ്. അപ്പോൾ അനുഭവിച്ച ആൾക്കേ അത് മനസ്സിലാവുള്ളൂ. പക്ഷെ എടുത്തു കൊടുത്ത ആ പെണ്ണിന് അത് അത്രയും അറിവുണ്ടാവില്ല. അപ്പോൾ ഇതാണ് ഞാൻ പറയുന്ന വിഷയം. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സൂഫിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന എല്ലാ മതവിഭാഗങ്ങൾക്കിടയിലും ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന ചില ആളുകളുണ്ട്. അതിൽ പെട്ടുപോകുന്ന സാധാരണക്കാരായ നല്ല നല്ല വിശ്വാസത്തോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. അപ്പം അത്തരം ആളുകളൊക്കെ അവരുടെ അവസാന നിമിഷത്തിൽ അവർ കുടുങ്ങിയ ഒരവസ്ഥയിലാണെന്ന് ആയിപ്പോയി കഴിഞ്ഞാൽ അവർക്ക് തിരുത്താൻ പറ്റില്ല പിന്നെ ഒരിക്കലും. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ കൊണ്ട് ആരെങ്കിലും ഒരാൾ തിരുത്തപ്പെട്ടാൽ അൽഹംദുലില്ലാ, അതിൽ ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങളുടെ ചോദ്യങ്ങൾ, നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിക്കാം. ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചർച്ച ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് പലതും മനസ്സിലാക്കാൻ കഴിയുന്നത്. ആരോഗ്യപരമായ ചർച്ചകൾ എപ്പോഴും സന്തോഷം നൽകുന്നതാണ്. പക്ഷെ ജയിക്കാൻ വേണ്ടിയാകരുത്. പലരും ജയിക്കാൻ വേണ്ടിയിട്ടാണ് സംവാദങ്ങൾ നടത്തുന്നത്, തോൽക്കാൻ തയ്യാറല്ല. അപ്പോൾ തോൽവിയോ ജയമല്ല, സത്യം തിരിച്ചറിയാനുള്ള ഒരു അന്വേഷണം മാത്രമായിരിക്കണം നമ്മുടെ യാത്ര. അല്ലാതെ ഒരാളുടെ മുമ്പിൽ എനിക്ക് താഴുമ്പോൾ ഞാൻ ചെറുതായി പോയി എന്നുള്ള തോന്നലുകളൊക്കെ മാറ്റിവെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചർച്ച ചെയ്ത് സത്യങ്ങൾ മനസ്സിലാക്കാൻ ഈ പറയുന്ന ഞാനും നിങ്ങളും സഹകരിച്ച് മുന്നോട്ട് പോയെങ്കിലാണ്. കാരണം നമ്മളൊക്കെ ഒരിക്കലും മരിക്കാനുള്ളതാണ്. ഞാൻ നിങ്ങളെ തോൽപ്പിച്ചാലും നിങ്ങൾ എന്നെ തോൽപ്പിച്ചാലും നമ്മൾ രണ്ടുപേരും ഒരു ദിവസം തോൽക്കാനുള്ളവർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തോൽവികളൊന്നും വേണ്ട. മറിച്ച് പരസ്പരം മനസ്സിലാക്കുകയും പരസ്പരം സ്നേഹിക്കുകയും ഒരു പ്രയാസം വരുമ്പോൾ അവൻ്റെ വിഷമത്തിൽ പങ്കുചേരുകയും നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ സഹായിക്കുകയും, ഇനി നമുക്ക് ആരെങ്കിലും ഒരു കുറവ് കണ്ടു കഴിഞ്ഞാൽ നമ്മളതിനെ കുറ്റം പറയാതിരിക്കുകയും അവരവരുടെ വഴിക്ക് പോട്ടെ. പറഞ്ഞു കൊടുത്തിട്ടും നേരെയാകുന്നില്ലെങ്കിൽ പിന്നെ അവരവരുടെ വഴിക്ക് പോയി അവർ സ്വയം മനസ്സിലാക്കി തിരിയട്ടെ. ഇനി തിരിഞ്ഞില്ലെങ്കിൽ അവരവരുടെ വഴിയിൽ പോട്ടെ. എങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ, മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർ അന്വേഷിക്കണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ ഇതിൽ 232 പേര് സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണണമെന്നില്ല. എങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും ഞാൻ നന്ദി അറിയിപ്പിക്കുന്നു. ദൈവം നിങ്ങൾക്ക് എല്ലാ നന്മകളും തരട്ടെ. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ദൈവം മാറ്റിത്തരട്ടെ. അതുപോലെ തന്നെ
വിഷയങ്ങൾ മനസ്സിലാക്കാനും ചർച്ച ചെയ്യാനും തുടർന്നുള്ള വീഡിയോകൾ ഉപകാരപ്രദമാകട്ടെ. ഇത് പറഞ്ഞുകൊണ്ട് തന്നെ എനിക്കും നന്നാകാനൊരു അവസരമുണ്ടാവുകയാണ്. അപ്പോൾ ഞാനതിനെ അങ്ങനെയും കൂടി കാണുന്നുണ്ട്. എല്ലാവരും പുണ്യാളന്മാരല്ല, തെറ്റുകൾ പറ്റുന്നവരാണ് മനുഷ്യൻ. തെറ്റ് തിരുത്തപ്പെടണം. അപ്പോൾ അതിന് നല്ലത് പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് നല്ലത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ലത് പറയാനുള്ള ഒരു മാർഗമായി ഞാൻ ഈ പ്രോഗ്രാമിനെ കാണുന്നു. നല്ലത് പറഞ്ഞ് ഒരവസാനം നമുക്കുണ്ടാകുമല്ലോ. അൽഹംദുലില്ലാ.